ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തമിഴ് സിനിമയിലെ മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ TRP നേടിയ ആദ്യത്തെ 5 ചിത്രങ്ങൾ. ആദ്യ ടെലികാസ്റ്റിൽ ഏറ്റവും കൂടുതൽ TRP നേടിയ ആദ്യത്തെ 5 തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 5ാം സ്ഥാനത്തുള്ള ചിത്രം ശിവകാർത്തികേയൻ്റെയാണ്. ശിവകാർത്തിൻ്റെ സീമരാജയാണ്. സീമരാജ ആദ്യമായി മിനി സ്ക്രീനിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നേടിയത് 16.7 ആയിരുന്നു TRP. 4ാം സ്ഥാനത്തുള്ള ചിത്രം വിജയുടെയാണ്. വിജയ് AR മുരുകദാസ് കോമ്പോ സർക്കാരാണ്. സർക്കാർ ആദ്യ ടെലികാസ്റ്റിൽ നേടിയത് 16.9 ആയിരുന്നു TRP. 3ാം സ്ഥാനത്തുള്ള ചിത്രം രജനീകാന്തിന്റെ ചിത്രമാണ്. രജനീകാന്ത് സിരുത്തെ ശിവ കോമ്പോയിലെത്തിയ അണ്ണാത്തയാണ്. അണ്ണാത്തെ ആദ്യ ടെലികാസ്റ്റിൽ 17.37 ആയിരുന്നു TRP. 2ാം സ്ഥാനത്തുള്ള ചിത്രം വിജയ് ആന്റണിയുടെ പിച്ചക്കാരനാണ്. പിച്ചക്കാരൻ ആദ്യ ടെലികാസ്റ്റിൽ നേടിയത് 17.69 ആയിരുന്നു TRP. 1ാം സ്ഥാനത്തുള്ള ചിത്രം അജിത്തിന്റെ വിശ്വാസമാണ്. സിരുത്തെ ശിവ കോമ്പോയിലെത്തിയ ചിത്രം ആദ്യ ടെലികാസ്റ്റിൽ നേടിയ TRP എന്ന് പറയുന്നത് 18.14 ആയിരുന്നു. അപ്പോൾ ആദ്യമായി മിനി സ്ക്രീനിൽ ടെലികാസ്റ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ TRP സ്വന്തമാക്കിയ ചിത്രങ്ങൾ വിശ്വാസം, പിച്ചക്കാരൻ, അണ്ണാത്തെ, സർക്കാർ, സീമരാജ. ഇതിൽ നായകന്മാർ നോക്കുകയാണെങ്കിൽ അജിത്തിന്റെ ഒരെണ്ണം, രജനിയുടെ ഒരെണ്ണം, വിജയുടെ ഒരെണ്ണം, വിജയ് ആന്റണിയുടെ ഒരെണ്ണം, ശിവകാർത്തികന്റെ ഒരെണ്ണം. എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. പക്ഷെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ സിരുത്തെ ശിവയുടെ 2 ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. സിരുത്തെ ശിവയുടെ കഴിഞ്ഞ ചിത്രം കങ്കുവയായിരുന്നു. ഈ ലിസ്റ്റിലുള്ള 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസവും അണ്ണാത്തയാണ്. ആദ്യം 3 സ്ഥാനത്തുള്ള വിശ്വാസം, പിച്ചക്കാരൻ, അണ്ണാത്തെ 2 ചിത്രം സിരുത്തെ ശിവയുടെ സംവിധാനത്തിൽ വന്ന ചിത്രമാണ്. രണ്ടും ഒരു സീരിയൽ ലെവൽ ടൈപ്പ് പടങ്ങളാണ്. അണ്ണാത്തെ വളരെ മോശം ചിത്രമാണ്. വിശ്വാസം കുഴപ്പമില്ലാത്തൊരു ചിത്രം തന്നെയാണ്. ഫാമിലി ഓഡിയൻസിന് നല്ല രീതിയിൽ കണക്ട് ആയ ചിത്രമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ മിനി സ്ക്രീൻ അപ്ഡേറ്റും അതുപോലെ തന്നെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്, സിനിമ അപ്ഡേറ്റ്, റിവ്യൂ ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.